നമസ്കാരം, വെൽക്കം ടു രസതന്ത്ര അക്കാഡമി. മൈസെൽഫ് ആനി സ്മിത. ഇന്ന് ഇലക്ട്രോ കെമിസ്ട്രിയുടെ മൈൻഡ് മാപ്പിങ്ങും ബ്രീഫായിട്ടുള്ള ഒരു റിവിഷനുമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രം. ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഇലക്ട്രോ കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻസും നോൺ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഇലക്ട്രോലിറ്റിക് പ്രോസസ്സുകളുമാണ് നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ മെയിനായിട്ടും ഡിസ്കസ് ചെയ്തത്. ആദ്യം നമ്മൾ കഴിഞ്ഞ വർഷം ഡിസ്കസ് ചെയ്ത ചില കാര്യങ്ങൾ പഠിച്ചു. ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ എന്താ നടക്കുന്നത്? കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. ഇലക്ട്രോ കെമിക്കൽ സെൽസിന് എക്സാമ്പിൾസ് ഗാൽവനിക് സെൽസ് എന്നാണ് പറയുന്നത്. ഗാൽവനിക് സെല്ലിൽ കോപ്പറും സിങ്കും കോമ്പിനേഷനിൽ വരുമ്പോൾ ആ പെർട്ടിക്കുലർ സെല്ലിനെ നമ്മൾ ഡാനിയൽ സെൽ എന്ന് വിളിക്കും. ഡാനിയൽ സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യൽ ഇസ് 1.1 വോൾട്ട്. അപ്പോൾ ഇവിടുത്തെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് സിങ്ക് ഇലക്ട്രോഡ് ആനോഡായിട്ട് ബിഹേവ് ചെയ്യും. സിങ്ക് ഹാഫ് സെൽ. സിങ്ക് ഹാഫ് സെൽ മീൻസ് സിങ്ക് മെറ്റൽ ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. കോപ്പർ ഇലക്ട്രോഡ് കാഥോഡായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് കോപ്പർ മെറ്റൽ ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. രണ്ട് ഹാഫ് സെൽസ് ചേർന്നിട്ടാണ് ഒരു കംപ്ലീറ്റ് സെല്ല് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ഹാഫ് സെൽസിനെ നമ്മൾ ഇലക്ട്രിക്കൽ വയേഴ്സ് ഉപയോഗിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? സിങ്ക് ഇലക്ട്രോഡിൽ നിന്നും ഇലക്ട്രോൺസ് വയറിലൂടെ ഫ്ലോ ചെയ്ത് കോപ്പർ ഇലക്ട്രോഡിലെത്തി കോപ്പർ അയോൺസ് വിൽ ഗെയിൻ ദി ഇലക്ട്രോൺസ് ആൻഡ് ഗെറ്റ് ഡെപ്പോസിറ്റഡ് ഓൺ ദി കാഥോഡ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് നോർമൽ ആയിട്ടുള്ള സ്പോണ്ടേനിയസ് കെമിക്കൽ റിയാക്ഷൻ. ഈ സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യൽ 1.1 വോൾട്ട് ആണെന്ന് പറഞ്ഞു. ഇനി ഈ കെമിക്കൽ റിയാക്ഷനെ നമുക്ക് റിവേഴ്സ് ചെയ്യണമെങ്കിൽ യു ക്യാൻ യൂസ് എൻ എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ. എക്സ്റ്റേണൽ പൊട്ടൻഷ്യൽ 1.1 വോൾട്ടിനേക്കാൾ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സെൽ റിയാക്ഷൻ റിവേഴ്സ് ചെയ്യാം. ദാറ്റ് മീൻസ് കോപ്പർ വിൽ ബിഹേവ് ആസ് ആനോഡ് ആൻഡ് സിങ്ക് വിൽ ബിഹേവ് ആസ് കാഥോഡ്. അപ്പോൾ ഇലക്ട്രോൺസ് എവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യും? കോപ്പറിൽ നിന്ന് സിങ്കിലേക്ക് മൂവ് ചെയ്യും. അതാണ് ഇലക്ട്രോലിറ്റിക് പ്രോസസ്സ്. സ്പോണ്ടേനിയസ് ആയിട്ടുള്ള പ്രോസസ്സ് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന പ്രോസസ്സാണ്. നോൺ സ്പോണ്ടേനിയസ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സ് എന്താണ്? ഇലക്ട്രോലിറ്റിക് പ്രോസസ്സ്. ദാറ്റ് ഈസ് ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി നമുക്ക് E0 സെൽ എങ്ങനെ കണ്ടുപിടിക്കും? E0 സെൽ മീൻസ് സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ. സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. 298 കെൽവിൻ, 1 ബാർ പ്രഷർ. അതുപോലെ ദി കോൺസെൻട്രേഷൻ ഓഫ് ഓൾ ദി സ്പീഷീസ് ഇൻവോൾവ് ഇൻ ദി സെൽ ഇസ് ഈക്വൽ ടു യൂണിറ്റി അല്ലെങ്കിൽ 1 മോളാർ. മനസ്സിലായല്ലോ? ഇനി E0 സെൽ ഇസ് ഈക്വൽ ടു E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. E0 കാഥോഡും E0 ആനോഡ് എന്നൊക്കെ പറയുന്നത് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് ആണ്. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം അത് അൺആംബിഗ്വസ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്, ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. അപ്പോൾ അത് നമുക്ക് ഒരു മെഷറബിൾ ആയിട്ടുള്ള ഒരു മാഗ്നിറ്റ്യൂഡ് ആക്കി മാറ്റണമെങ്കിൽ നമുക്കതിനെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡായിട്ട് കമ്പയർ ചെയ്തിട്ട് വേണം മെഷർ ചെയ്യാനായിട്ട്. മനസ്സിലായല്ലോ? അപ്പോൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് വിച്ച് ഇസ് ഹൈഡ്രജൻ ഗ്യാസ് at 1 bar pressure pass through a glass tube containing a platinum metal dipped in platinum electrode dipped in or immersed in 1 molar hydrogen chloride solution. അപ്പോൾ അതാണ് ഒരു സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. ആ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ നമ്മൾ 0 വോൾട്ടായിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ വേറെ ഏത് ഇലക്ട്രോഡുമായിട്ട് നമ്മൾ കണക്ട് ചെയ്താലും നമുക്ക് ഈ E0 സെല്ല് മെഷർ ചെയ്യാൻ പറ്റും. എങ്ങനെ? വോൾട്ട് മീറ്റർ വെച്ചിട്ട് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് നമുക്ക് മെഷർ ചെയ്ത് കിട്ടിയ വാല്യൂ ആരുടെ ആയിരിക്കും? ഇറ്റ് വിൽ ബി ഇക്വലൻറ്റ് ടു ദി ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ദി അതർ ഇലക്ട്രോഡ്. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഉപയോഗിച്ച് ഓരോ ഇലക്ട്രോഡുകളുടെയും സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽസ് ഡിറ്റർമിൻ ചെയ്യാം.
പിന്നീട് നമ്മൾ പഠിച്ചത് സെൽ നൊട്ടേഷൻ എഴുതാനാണ്. സെൽ നൊട്ടേഷൻ എങ്ങനെ എഴുതുന്നത്? റൈറ്റ് സൈഡിൽ കാഥോഡും ലെഫ്റ്റ് സൈഡിൽ ആനോഡും, 2 ഇലക്ട്രോഡുകളെയും ഡബിൾ വെർട്ടിക്കൽ ലൈൻസ് കൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റിഡോക്സ് കപ്പിൾസ് ആയിട്ടാണ് ഈ ഇലക്ട്രോഡ്സിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് അവിടെ നോക്കാം, സിങ്ക് സോളിഡ് പ്ലസ് കോപ്പർ അയോൺസ്, കോപ്പർ അക്വസ് ഗിവിങ് സിങ്ക് അയോൺസ് പ്ലസ് കോപ്പർ സോളിഡ്. ആ പർട്ടിക്കുലർ കെമിക്കൽ റിയാക്ഷൻ്റെ സെൽ നൊട്ടേഷൻ ടീച്ചർ അവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. സിങ്ക് സോളിഡ് ബാർ Zn2 പ്ലസ് അയോൺസ് ഡബിൾ വെർട്ടിക്കൽ ലൈൻസ് ഗിവിങ് Cu2 പ്ലസ്. Cu2 പ്ലസ് ആണ് അതിനകത്തുള്ളത്. എന്നിട്ട് അത് എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? ബാർ Cu സോളിഡ്. മനസ്സിലായല്ലോ? നേൺസ്റ്റ് ഇക്വേഷൻ ആണ് അടുത്ത ടോപ്പിക്. എന്താണ് അതിൻ്റെ പേർപ്പസ്? ഓർമ്മയുണ്ടോ? 1 മോളാർ കോൺസെൻട്രേഷനിലുള്ള ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളുടെ പൊട്ടൻഷ്യൽ നമ്മൾ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ? E0 കാഥോഡ് മൈനസ് E0 ആനോഡ്. അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ 1 മോളാർ കോൺസെൻട്രേഷൻ അല്ലാത്ത ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളുടെ സെൽ പൊട്ടൻഷ്യൽ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നേൺസ്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ഡാനിയൽ സെല്ലിൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ ടീച്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. E സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് RT/NF ലോഗ് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് അയോൺസ് ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് കോപ്പർ അയോൺസ്. അപ്പോൾ ഇവിടെ സിങ്ക് അയോൺസും കോപ്പർ അയോൺസിന് പകരം മുകളിൽ ഓക്സിഡൈസ് സ്പീഷീസിനും താഴെ റെഡ്യൂസ് സ്പീഷീസിനും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ജനറൽ ഇക്വേഷനായി, നേൺസ്റ്റ് ഇക്വേഷനായി. മനസ്സിലായോ? ഇനി ഈ നേൺസ്റ്റ് ഇക്വേഷനിൽ നിന്നും നമുക്ക് 2 റിലേഷൻഷിപ്സും കൂടെ പഠിക്കാനുണ്ട്. ഏതൊക്കെയായിരുന്നു അത്? നമ്മുടെ E0 സെല്ലും സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യലും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് Kcയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പാണ് ആദ്യത്തേത്. എന്താണത്? E0 സെൽ ഇസ് ഈക്വൽ ടു 2.303 RT ലോഗ് Kc. അടുത്ത ഇക്വേഷൻ ഏതാണ്? ഡെൽറ്റ G0 ആൻഡ് E0 സെല്ലുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഡെൽറ്റ G0 ഇസ് ഈക്വൽ ടു മൈനസ് NF E0 സെൽ. അടുത്തത് ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ. ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ 2 തരത്തിലുണ്ട്. മെറ്റാലിക് കണ്ടക്ഷൻ, അയണിക് കണ്ടക്ഷൻ ഓർ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ. മെറ്റാലിക് കണ്ടക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇലക്ട്രിക്കൽ വയേഴ്സിലൂടെയുള്ള കണ്ടക്ഷൻ. സോളിഡ് മെറ്റൽ ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ നടത്തുമ്പോൾ അതിനെ നമ്മൾ മെറ്റാലിക് കണ്ടക്ഷൻ എന്ന് പറയും. ഇനി അയോണിക് കണ്ടക്ഷൻ അഥവാ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ അയോൺസിൻ്റെ മൂവ്മെൻറ്റ് വഴിയുള്ള ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ. ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ പ്രസൻസിലാണ് അയണിക് കണ്ടക്ഷൻ അഥവാ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ നടക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ ഇൻ മെറ്റാലിക് ആസ് വെൽ ആസ് അയണിക് കണ്ടക്ഷനൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഒരുപാട്. മെറ്റാലിക് കണ്ടക്ഷനിൽ ഒരു കാര്യം എടുത്തു പറയാനുണ്ട്. മെറ്റാലിക് കണ്ടക്ഷൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ഓർക്കുന്നുണ്ടാവും, ഡ്യൂ ടു ദി ഇൻക്രീസ്ഡ് വൈബ്രേഷൻസ് ഓഫ് പോസിറ്റീവ്ലി ചാർജ്ഡ് മെറ്റൽ കേർണൽസ്. അതുപോലെ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷനിൽ വിസ്കോസിറ്റി ഓഫ് ദി സോൾവെൻറ്റ്, സൈസ് ആൻഡ് മൊബിലിറ്റി ഓഫ് ദി അയോൺസ്, അതുപോലെ കോൺസെൻട്രേഷൻ ഓഫ് ദി സൊല്യൂഷൻ, അങ്ങനെ ചില കാര്യങ്ങൾ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അറിയാനുള്ളത് മെറ്റാലിക് കണ്ടക്ഷൻ്റെ ചില പ്രോപ്പർട്ടീസാണ്. ലൈക്ക് റെസിസ്റ്റൻസ്, കണ്ടക്റ്റൻസ്. റെസിസ്റ്റൻസും കണ്ടക്റ്റൻസും നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. ഇവിടെ നമ്മൾ റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി എന്ന 2 പുതിയ കോൺസെപ്റ്റ്സ് പഠിക്കുന്നുണ്ട്. റെസിസ്റ്റിവിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ റോ. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ദി റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ കണ്ടക്ടർ ഹാവിംഗ് 1 meter length and 1 meter square area of cross section. 1 meter square area of cross sectionും 1 meter ലെങ്ത്തും ഉള്ള ഒരു ഇലക്ട്രിക്കൽ കണ്ടക്ടർ ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അതുപോലെ കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി ഇസ് ദി കണ്ടക്റ്റൻസ് ഓഫേർഡ് ബൈ എ conductor of 1 meter length
and 1 meter square area of cross section. ഓക്കെ, അപ്പോൾ കപ്പയാണ് കണ്ടക്ടിവിറ്റിയുടെ സിമ്പൽ, റെസിസ്റ്റിവിറ്റിയുടെ സിമ്പൽ റോ ആണ്. ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻസിൻ്റെ കണ്ടക്ടിവിറ്റി ഡിറ്റർമിൻ ചെയ്യാനായിട്ട് 2 തടസ്സങ്ങളുണ്ട്. ഒന്ന്, ഡി സി കറണ്ട് അഥവാ ഡയറക്റ്റ് കറണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെല്ലിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ ചേഞ്ച് ആകും. രണ്ടാമത്തെ ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ അല്ലേ, ആ സൊല്യൂഷനെ കണക്റ്റിംഗ് വയേഴ്സായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ആദ്യത്തെ പ്രോബ്ലം നമുക്ക് ഡി സിക്ക് പകരം എ സി കറണ്ട് ഉപയോഗിച്ച് പരിഹരിക്കാം. രണ്ടാമത്തെ പ്രോബ്ലം പരിഹരിക്കുന്നത് കണ്ടക്ടിവിറ്റി സെൽ ഉപയോഗിച്ചിട്ടാണ്. കണ്ടക്ടിവിറ്റി സെൽ ഉപയോഗിച്ച് സെൽ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കും. കണ്ടക്ടിവിറ്റി സെല്ലിൻ്റെ സെൽ കോൺസ്റ്റന്റ് ഡിറ്റർമിൻ ചെയ്യും. ആ മെത്തേഡൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. വീറ്റ്സ്റ്റൺ ബ്രിഡ്ജും കണ്ടക്ടിവിറ്റി സെല്ല് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓർത്തോളുക. ഇനി നമുക്ക് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രിസിറ്റി പഠിക്കാനുണ്ട്. ഫാരഡേസ് ലോസ്. ഫസ്റ്റ് ലോ എന്താണ്? കെമിക്കൽ റിയാക്ഷൻ ഒക്കറിങ് അറ്റ് ആൻ ഇലക്ട്രോഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ത്രൂ ദി ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ. ഒരു ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മെറ്റലിൻ്റെ എമൗണ്ട് എന്തിനോട് പ്രൊപ്പോർഷണൽ ആണ്? ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് കറൻറ്റിന് പ്രൊപ്പോർഷണൽ ആണ്, അല്ലെങ്കിൽ ചാർജിന് പ്രൊപ്പോർഷണൽ ആണ്. Q is equal to IT, where Q is the total charge, I is the current and T is time in seconds. ഇനി രണ്ടാമത്തെ ലോ, ഫാരഡേസ് ലോസ് എന്ന് പറഞ്ഞിട്ട് 2 ലോസ് ഉണ്ട്. ഫസ്റ്റ് ലോ നമ്മളിപ്പോൾ പറഞ്ഞു. സെക്കൻഡ് ലോ എന്ന് പറയുന്നത് ഇഫ് മോർ ദാൻ 1 cell is connected in series and if the quantity of electric current passed through all the cells are the same, then the amount of various chemicals deposited at each electrode is directly proportional to their chemical equivalent weights. അതാണ് ഡെഫിനിഷൻ. ഉദ്ദേശിച്ചത് ഇതാണ്. കുറേ സെൽസ് നമ്മൾ സീരീസിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാ സെല്ലുകളിലും സെയിം ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് പാസ് ചെയ്തു. ഓരോ ഇലക്ട്രോഡിലും ഓരോ മെറ്റൽസ് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ ഓരോ ഇലക്ട്രോഡിലും ഡെപ്പോസിറ്റ് ചെയ്യുന്ന മെറ്റൽസിൻ്റെ മാസ് എന്തിനോട് പ്രൊപ്പോർഷണലാണ്? അവരവരുടെ കെമിക്കൽ ഇക്വലന്റ് വെയ്റ്റ്സിന് പ്രൊപ്പോർഷണലാണ്. എന്താണ് കെമിക്കൽ ഇക്വലന്റ് വെയ്റ്റ്സ്? ആറ്റമിക് മാസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് റിക്വയർഡ് ടു റെഡ്യൂസ് ദി മെറ്റൽ. അതായത് ഇപ്പോൾ സിങ്ക് ആണ്, സിങ്ക് മെറ്റലിൻ്റെ കെമിക്കൽ ഇക്വലന്റ് വെയിറ്റ് കണ്ടുപിടിക്കാൻ സിങ്ക് അയോണിൻ്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താണ്? +2. അപ്പോൾ Zn2+നെ Zn ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് 2 ഇലക്ട്രോൺസ് ആണ് വേണ്ടത്. അപ്പോൾ സിങ്കിൻ്റെ ആറ്റമിക് മാസ് ഡിവൈഡഡ് ബൈ 2, 2 ഇലക്ട്രോൺസിൻ്റെ ആ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിങ്കിൻ്റെ കെമിക്കൽ ഇക്വലന്റ് വെയിറ്റ് കിട്ടും. അപ്പോൾ ദാറ്റ് വാസ് ദി ഫാരഡേസ് ലോസ്, ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ. പിന്നെ നമ്മൾ പഠിച്ചത് പ്രോഡക്ട്സ് ഓഫ് ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്കായിരുന്നു. ടീച്ചർ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, മൈൻഡ് മാപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പ്രോഡക്ട്സ് ഓഫ് ഇലക്ട്രോളിസിസിൽ പറഞ്ഞ കാര്യം ഇതാണ്. സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പം ചില കേസിൽ നമ്മൾ നേച്ചർ ഓഫ് ദി ഇലക്ട്രോലൈറ്റ്, ഇപ്പോൾ സോഡിയം ക്ലോറൈഡ് മോൾട്ടൻ ആയിട്ട് നമ്മൾ ഇലക്ട്രോളിസിസ് കണ്ടക്ട് ചെയ്യുമ്പോഴും എക്വസ് ആയിട്ട് ഇലക്ട്രോളിസിസ് കണ്ടക്ട് ചെയ്യുമ്പോഴും ഡിഫറെൻറ്റ് പ്രോഡക്ട്സ് കിട്ടും ആനോഡിലും കാഥോഡിലും. അതുപോലെ കോൺസെൻട്രേഷൻ, ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻസിൻ്റെ കോൺസെൻട്രേഷൻ്റെ ഡിഫറൻസിലും പ്രോഡക്ട്സ് ഓഫ് ദി ഇലക്ട്രോളിസിസ് വിൽ ബി ഡിഫറെൻറ്റ്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത്, ഓർമ്മപ്പെടുത്താനുള്ളത് മോളാർ കണ്ടക്ടിവിറ്റിയെക്കുറിച്ചാണ്. ഇപ്പോൾ മൊബിലിറ്റിയെയും അയോൺസിൻ്റെ മൊബിലിറ്റിയെയും വിസ്കോസിറ്റി, ഇലക്ട്രോലൈറ്റിൻ്റെ വിസ്കോസിറ്റി, അങ്ങനെ സൈസ് ഓഫ് അയോൺസ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയെ ബാധിക്കും, ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻസിൻ്റെ കണ്ടക്ടിവിറ്റിയെ ബാധിക്കും. അതുകൊണ്ട് കോമൺ ആയിട്ട് ഒരു കണ്ടക്ടിവിറ്റിയുടെ ടേം നമുക്ക് ഡിഫൈൻ ചെയ്യണം. കോമൺ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്
അപ്പോൾ പല പല ഇലക്ട്രോലൈറ്റ്സ് നമ്മൾ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഒരു കോമൺ ഫാക്ടർ വേണം നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് മോളാർ കണ്ടക്ടിവിറ്റി എന്നൊരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. മോളാർ കണ്ടക്ടിവിറ്റി ഈസ് ദി കണ്ടക്ടിവിറ്റി ഓഫേർഡ് ബൈ എൻ ഇലക്ട്രോലൈറ്റ് കണ്ടെയ്നിങ് 1 mole ഓഫ് ദി ഇലക്ട്രോലൈറ്റ്. അതാണ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഡെഫിനിഷൻ. ഇറ്റ് ഈസ് represented by lambda m equal to 1000 into kappa by C. Kappa is conductivity and C is molar concentration. സാധാരണ സൊല്യൂഷൻസിൻ്റെ കണ്ടക്ടിവിറ്റി കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടും. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ്. എന്നാൽ മോളാർ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് സൊല്യൂഷൻ ഡൈല്യൂട്ട് ചെയ്യുമ്പോഴാണ്. മനസ്സിലായോ? അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു വിപരീതമായിട്ടുള്ള കാര്യം ഒബ്സർവ് ചെയ്യുന്നത്? അതിൻ്റെ ഡെഫിനിഷൻ തന്നെയാണ്. മോളാർ കണ്ടക്ടിവിറ്റി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ദി കണ്ടക്ടിവിറ്റി ഓഫ് ദി വോളിയം ഓഫ് സൊല്യൂഷൻ കണ്ടെയ്നിങ് 1 mole ഓഫ് ദി ഇലക്ട്രോലൈറ്റ്. ഇപ്പോൾ 1 mole ഓഫ് ദി ഇലക്ട്രോലൈറ്റ് എന്നുള്ളത് ആ എമൗണ്ട് മാറുന്നില്ല, പക്ഷേ നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ വോളിയം ഈസ് ഇൻക്രീസിങ്. ദാറ്റ് ഈസ് വൈ മോളാർ കണ്ടക്ടിവിറ്റി ഈസ് ഇൻക്രീസിങ്. ഡൈല്യൂട്ട് ചെയ്ത് കോൺസെൻട്രേഷൻ 0യിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ, ഇലക്ട്രോലിറ്റിക് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ 0യിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ മോളാർ കണ്ടക്ടിവിറ്റിയെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി റെപ്രസെൻറ്റഡ് ബൈ ലാംഡ 0m. ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്. മോളാർ കണ്ടക്ടിവിറ്റിയുടെ വേരിയേഷൻ വിത്ത് കോൺസെൻട്രേഷൻ ഫോർ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആൻഡ് ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഗ്രാഫൊക്കെ വരച്ചിട്ട്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന് D/Huckel-Onsager ഇക്വേഷൻ ലാംഡ m is equal to lambda 0m minus a into c raised to 1/2. ടീച്ചർ അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും പോകുന്നില്ല, നിങ്ങളെ ജസ്റ്റ് റിമൈൻഡ് ചെയ്യുന്നു എന്ന് മാത്രം. ഇനി ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ളത് കോൾറോഷസ് ലോ. കോൾറോഷസ് ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. ഇതുപയോഗിച്ച് നമുക്ക് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതിങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്: the limiting molar conductivity of an electrolyte is the sum of the individual limiting molar conductivities of the anion and the cation. അപ്പോൾ അതുപയോഗിച്ച് നമുക്ക് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് ഡിറ്റർമിൻ ചെയ്യാം. ഇനി വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കേസിൽ നമുക്ക് കോൾറോഷസ് ലോ ഉപയോഗിച്ച് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ആൽഫ is equal to lambda m by lambda 0m. എന്നിട്ട് ഇത് നമുക്ക് KA ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് KA is equal to C alpha square by 1 minus alpha എന്ന ഇക്വേഷനിൽ ലാംഡ m by lambda 0m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആരുടെ ടേംസിൽ കിട്ടും? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ ടേംസിൽ കിട്ടും. ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ആപ്ലിക്കേഷൻസ് ഓഫ് കോൾറോഷസ് ലോ എന്താണ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റും അതുപോലെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അടുത്ത മേജർ ടോപ്പിക് വന്നത് ബാറ്ററീസ് ആണ്. ബാറ്ററീസ് 2 തരമുണ്ട്: പ്രൈമറി ബാറ്ററീസ് ആൻഡ് സെക്കൻഡറി ബാറ്ററീസ്. ബാറ്ററീസ് എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ സെല്ലാകാം, അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് സെൽസ് ആകാം. ഓക്കെ, അപ്പോൾ പ്രൈമറി ബാറ്ററീസ് എന്ന് പറഞ്ഞാൽ വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് ത്രൂ ഔട്ട് ചെയ്യണം. യു കനോട്ട് റീചാർജ് ഇറ്റ് ആൻഡ് റീയൂസ് ഇറ്റ്. പക്ഷേ സെക്കൻഡറി ബാറ്ററി എന്ന് പറഞ്ഞാൽ റീചാർജ് ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റിയതാണ്. പ്രൈമറി ബാറ്ററീസ് വൺസ് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2 പ്രൈമറി ബാറ്ററീസാണ് നമ്മൾ ഇവിടെ മെയിനായിട്ട് പഠിക്കുന്നത്: ലെക്ലാൻഷി സെല്ലും ബട്ടൺ സെല്ലും. ലെക്ലാൻഷി സെൽ എന്ന് പറഞ്ഞാൽ ഡ്രൈ സെൽ എന്നും പറയും. ആനോഡ് റിയാക്ഷൻ, കാഥോഡ് റിയാക്ഷൻ, ഇലക്ട്രോലൈറ്റ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. യൂസ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ്? ക്ലോക്സ്, ട്രാൻസിസ്റ്റേഴ്സ്. അതിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത്, സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.5 വോൾട്ടാണ്.
അടുത്തത് ബട്ടൺ സെൽ അല്ലെങ്കിൽ മെർക്കുറി സെൽ. ടോയ്സ്, റിസ്റ്റ് വാച്ച്, ഹിയറിംഗ് എയ്ഡ്സ് അങ്ങനെ ലോ കറണ്ട് മാത്രം യൂസ് ചെയ്യുന്ന ഡിവൈസസിൽ ഉപയോഗിക്കുന്നതാണ് ബട്ടൺ സെൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ബട്ടൺ സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.3 വോൾട്ടാണ്. ഇനി സെക്കൻഡറി ബാറ്ററീസ്, റീചാർജ് ചെയ്ത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഓട്ടോമൊബൈൽസ്, നമ്മുടെ ലാപ്ടോപ്സ്, മൊബൈൽ ഫോൺസ്, ഇതിൻ്റെയൊക്കെ ബാറ്ററീസിനെയാണ് നമ്മൾ സെക്കൻഡറി ബാറ്ററീസ് എന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി ബാറ്ററീസിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ലെഡ് സ്റ്റോറേജ് ബാറ്ററി, അതുപോലെ നിക്കൽ കാഡ്മിയം ബാറ്ററി. നിക്കൽ കാഡ്മിയം ബാറ്ററി കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ പൊല്യൂഷനൊന്നും ഉണ്ടാക്കാത്ത ഒരു സെല്ലാണ്. ഈ ഒരു തേർഡ് ടൈപ്പ് ഓഫ് സെല്ലാണ് ഫ്യൂവൽ സെൽ. ഫ്യൂവൽ സെൽ ഒരു ഗാൽവനിക് സെൽ തന്നെയാണ്. സാധാരണ തെർമൽ പ്ലാന്റ്സിൽ ഫോസിൽ ഫ്യൂവൽസ് ബേൺ ചെയ്തിട്ടാണ് നമ്മൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ഫ്യൂവൽ സെൽ ഉപയോഗിച്ച് നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ബെസ്റ്റ് എക്സാമ്പിൾ ഇസ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ. ഇതിൽ ബേൺ ചെയ്യുന്നത് ആരെയാണ്? ഹൈഡ്രജനെയാണ്. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് ബേൺ ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റിയാണ്. ദി ഓൺലി ബൈ പ്രോഡക്റ്റ് ഫോംഡ് ഇസ് വാട്ടർ വിച്ച് ഇസ് പ്യോർ ഇൻ കണ്ടന്റ്. ഇംപ്യൂരിറ്റീസ് ഒന്നുമില്ല. ഡയറക്റ്റ് കോമ്പിനേഷൻ ഓഫ് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാകുന്ന വാട്ടറാണ് അല്ലേ. അപ്പോൾ ഈ ഫ്യൂവൽ സെല്ല് അപ്പോളോ സ്പേസ് സ്റ്റേഷനെയൊക്കെ പവർ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ് ഉണ്ടല്ലോ വാട്ടർ വാസ് യൂസ്ഡ് ഫോർ ഡ്രിങ്കിങ് പർപ്പസസ് ഇൻ ദി സ്പേസ് സ്റ്റേഷൻ. അപ്പോൾ ഫ്യൂവൽ സെല്ലിൻ്റെ മറ്റ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 70% എഫിഷ്യൻസി ഉണ്ട്. സാധാരണ ഫോസൽ ഫ്യൂവൽസ് ഒക്കെ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ 40% എഫിഷ്യൻസി ഉണ്ടാവുള്ളൂ. ഇവിടെ 70% എഫിഷ്യൻസി ഉണ്ട്. മാത്രമല്ല ദർ ഇസ് നോ പൊല്യൂഷൻ. ഈ യൂണിറ്റിൽ നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ഏതായിരുന്നു? കൊറോഷൻ. കൊറോഷൻ മീൻസ് ഡിസ്ട്രക്ഷൻ ഓഫ് മെറ്റൽ. റസ്റ്റിംഗ് ഓഫ് അയൺ ഒരു എക്സാമ്പിൾ ആയിട്ടും അതൊരു ഇലക്ട്രോ കെമിക്കൽ ഫിനോമിനൻ ആയിട്ടൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. ഒരു പർട്ടിക്കുലർ സ്പോട്ടിൽ ആനോഡായിട്ടും വേറൊരു സ്പോട്ടിൽ കാഥോഡായിട്ടൊക്കെ അയൺ എന്ന മെറ്റൽ മാറുന്നതൊക്കെ നമ്മൾ പഠിച്ചു. കൊറോഷൻ പ്രിവെൻഷൻ മെത്തേഡ്സും പഠിച്ചായിരുന്നു. പെയിൻറ്റ് ചെയ്യുന്നത്, കെമിക്കൽ ലൈക്ക് ബിസ്ഫിനോൾ ഉപയോഗിച്ച് പെയിൻറ്റ് ചെയ്യുന്നത്, കോട്ട് ചെയ്യുന്നത്, സിങ്ക് വെച്ച് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗാൽവനൈസേഷൻ, സാക്രിഫിഷ്യൽ ഇലക്ട്രോഡ്സ് ഉപയോഗിക്കുന്നത്, അങ്ങനെ കുറേ പ്രിവെൻഷൻ ടെക്നിക്സും പഠിച്ചു. സോ ദാറ്റ് വാസ് ദി സമ്മറി ഓഫ് ദി യൂണിറ്റ് ഇലക്ട്രോ കെമിസ്ട്രി. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓരോ ബ്രാഞ്ചസിൻ്റെയും സൈഡ് ബ്രാഞ്ചസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെങ്കിലേ യൂസ്ഫുൾ ആവുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ മൈൻഡ് മാപ്സ് അതിൻ്റെ രീതിയിൽ ഉപയോഗപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.